ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയറും സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ആണല്ലോ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുകയാണ്. യു ഇൻറ്റു വി ഫോമിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് അത് എഴുതി വെക്കാം. ശരിയല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എഴുതി മൈനസ് ഇൻ്റഗ്രൽ ഓഫ്. അങ്ങനെയാണ് ഫോർമുല. ആദ്യത്തെ ബ്രാക്കറ്റിനകത്തുള്ള ആളെ ഡെറിവേറ്റീവ് എഴുതി വെക്കാം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. സെക്കൻഡ് ബ്രാക്കറ്റിനകത്ത് എന്താണോ ഉള്ളത്, സെക്കൻഡ് ബ്രാക്കറ്റിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ പകർത്താം. ഇങ്ങനെ കിട്ടി. ഒന്നുകൂടി. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ്, ഇതിനുള്ളിലൊരു 2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്, നമുക്കത് പുറത്തോട്ട് എടുക്കാം. ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് ആണ് പിന്നെ ഉള്ളിലുള്ളത്. ആൻസർ ആയോ? ഇല്ല, ആൻസർ ആയിട്ടില്ല. കാരണം ഇവിടെ വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരും. കാരണം ഇവിടെ ഇൻ്റഗ്രൽ യു ഇൻറ്റു വി വന്നിട്ടില്ലേ. യു ഇൻറ്റു വിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് തന്നെ വേണം. അപ്പോൾ ഇപ്പം ആൻസർ ആയിട്ടില്ല. ആ ഇൻ്റഗ്രൽ സൈൻ അവിടുന്ന് പോയാൽ മാത്രമേ ആൻസർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് നമുക്ക് വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വഴി ചെയ്യണം. ബാക്കിയുള്ളൊക്കെ അതേപോലെ തന്നെ പകർത്താണ്. 2 കഴിഞ്ഞിട്ടാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരുന്നത്. ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ശരിയല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ്. ഫസ്റ്റത്തെ ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്ന ആളെ ഡെറിവേറ്റീവ് എഴുതി വെക്കാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സെക്കൻഡ് ബ്രാക്കറ്റിനുള്ളിലുള്ളത് എന്താണോ അത് അതേപോലെ തന്നെ പകർത്താം. അതായത് ഇ റൈസ് ടു എക്സ്. ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് മൈനസ് 2 ഇൻറ്റു ബ്രാക്കറ്റ് എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ്, ഇവിടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ന് വായിക്കാമല്ലോ. 1 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു എക്സ് ആണ്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ആൻസർ ആയില്ലേ? വേണമെങ്കിൽ ആ -2 ഉള്ളിലോട്ട് എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് -2x ഇ റൈസ് ടു എക്സ് -2x ഇ റൈസ് ടു എക്സ് -2 ഇൻറ്റു മൈനസ് ഇ റൈസ് ടു എക്സ് +2 ഇ റൈസ് ടു എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ.